നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. കുട്ടികൾ വരുന്നതിന് മുന്നേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ട് എൻ്റെ സ്പേസില്ലേ, എൻ്റെ സ്പേസ്, എൻ്റെ സമയം എന്നൊക്കെ കിട്ടുന്ന ആ കുറച്ച് സമയം ചിലപ്പോൾ ഞാൻ വായിക്കും, ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് കുറച്ച് വായിച്ച് തീർക്കാനുണ്ടായിരുന്നു. അപ്പം ഇത്തിരി നേരം വായിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അച്ചു സ്കൂൾ വിട്ട് വന്നു. കഴിഞ്ഞൊരു ദിവസം ഇവിടെ ഒരു പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ കൂടിയിട്ടുള്ള ഒരു വണ്ടിയിൽ ഒരാൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കും ഉണ്ണിക്കും ചോളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെപ്പോഴും കാണാറില്ല കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുമ്പം കാണാറില്ല. അപ്പോൾ കിട്ടുമ്പം ഞാനിതേപോലെ കുറേ വാങ്ങി വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാനിത് 2 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പം എല്ലാ ദിവസവും ചോളം ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് പുഴുങ്ങും. പിന്നെ ഇത്തിരി ബട്ടറൊക്കെ അതിൻ്റെ മുകളിൽ പരട്ടിയിട്ട് അതൊന്ന് ചുട്ടെടുക്കും കേട്ടോ. പുഴുങ്ങിയതിന് ശേഷം ചൂടല്ല, ഇത്തിരി ഒരു തീ കാണിച്ച്, അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് പാസ്ത ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഞാനിങ്ങനെ അധികം ഉണ്ടാക്കാത്ത ചില സാധനങ്ങളുണ്ട്, അതിലൊന്നാണ് പാസ്ത. എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ കേരളീയ വിഭവങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. മാഗി, നൂഡിൽസ്, പാസ്ത ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ കുട്ടികൾ നേരെ മറിച്ചാണ്, അവർക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വാങ്ങി വെച്ചതാണ് അവർക്ക് കഴിക്കാനായിട്ട്. ചോളം കൂടി കിട്ടിയപ്പോൾ ഞാനെന്നാൽ ചോളം കൂടി ഇട്ടിട്ട് ഈ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും ഉണ്ടാക്കുന്ന ആളല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീ കൂട്ടി വെച്ചോണ്ട് എന്താണെന്നറിയില്ല, ബട്ടർ ഇട്ട് കഴിഞ്ഞപ്പോൾ ആകെ ഒരു ബ്രൗൺ കളറായി. പിന്നെ വെളുത്തുള്ളി പൊടിയാക്കി തരിഞ്ഞപ്പോഴൊക്കെ കൂടി അടിക്ക് ഇത്തിരി ഇങ്ങനെ പിടിച്ച പോലെ തോന്നി കേട്ടോ. പിന്നെ ഞാൻ മൈദയും പിന്നെ പാലൊക്കെ ചേർത്ത് അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. നമുക്ക് എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി മിസ്റ്റേക്ക്. നമ്മുടെ പൂച്ചക്കുട്ടി പാലുണ്ണി പോയതിന് ശേഷം ഞാൻ കുറേ വ്ളോഗുകൾ ഇങ്ങനെ പകുതി ഷൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷെ ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എൻ്റെ വ്ളോഗ് എടുക്കൽ പകുതിയായിട്ട് നിൽക്കും. ഏതെങ്കിലും ഒരു വ്ളോഗ് എടുക്കുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്താലല്ലേ അത് അപ്ലോഡ് ആക്കാൻ എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തെലുങ്കും വിലങ്ങും എല്ലാം കൂടി എടുത്തിട്ട് 1 വീക്ക് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇടണം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, അത് എഡിറ്റ് ചെയ്യാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് എനിക്ക് മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ വന്നിട്ടുള്ള ഒരു ദിവസം. പിന്നെ ഇതിനകത്ത് ചീസ് ഇടണമെന്ന് എനിക്ക് ഓർമ്മയുണ്ടായില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചീസ് വേണമല്ലോ എന്ന് ഓർത്തേ. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ചീസ് കൊണ്ടുപോയി ഇട്ടത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് കുഴപ്പമില്ലാണ്ട് വന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഉള്ളത് പ്ലേറ്റിൽ എടുത്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമില്ലാത്ത സാധനമാണ്, എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി അത്രയും കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇത് കഴിച്ചു. അതിനിടയ്ക്ക് നല്ല വെയിലായിരുന്നു കുറച്ച് ദിവസം. ഇപ്പോൾ വീണ്ടും മഴ വന്നിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ പാലുണ്ണിയുടെ വീഡിയോ ഇട്ടപ്പം കുറേ പേര് പറഞ്ഞു അവനെ കാണാറില്ല, അപ്പോൾ ഇനിയും കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഞാനും വീഡിയോ ഇടാതിരുന്നതൊക്കെ ഒന്നാമത്തെ കാര്യം, വാവക്കുട്ടൻ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ എല്ലാ വീഡിയോസിലും അന്നൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്നെ പേടിയായി, ഇതിങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ അവർക്ക് അസുഖം വന്നതാവോ അവനെ കേട്ടോ. അതൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു പേടി. ഇപ്പോൾ ഇവരെയൊക്കെ ഞാൻ കൂടുതൽ സമയം ഇവരുടെ കൂടെ ചിലവഴിക്കുന്നുണ്ട്. പാലുണ്ണി പോയതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഞാൻ ഇപ്പോഴും ഇവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ഇവർക്ക് എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ. എനിക്ക് രാത്രിയൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരെന്നെ ഞാൻ വർക്ക് ഏരിയയിലാണ് കെടുത്താറ് രാത്രി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് വാതിൽ തുറന്നിട്ട് ഒക്കേനെയും പിടിച്ച് ഹോളിലേക്ക് ആക്കും. എന്താ പ്രശ്നം വെച്ചാൽ രാവിലെ ഇവരെല്ലാം കൂടി തട്ടിമറിച്ചിട്ട് ഒരു ഇതാക്കിയിട്ടുണ്ടാവും. നമ്മൾ കൂടെയുള്ള പോലെ അല്ലല്ലോ, നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇവർക്ക് പകൽ ഉറക്കവും രാത്രി
ഉണർന്നിരിക്കലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങി എണീച്ച് വരുമ്പോഴേക്കും എല്ലാം 4, 3, 7 ഇട്ടുണ്ടാവും. പിന്നെ ഇവിടെയാണെങ്കിൽ കൂറകൾ ഭയങ്കര കേട്ടോ, കൂറേനെ തിന്നലും ഉണ്ട്. അച്ചുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പാലുണ്ണിക്ക് കേട്ടോ. അച്ചുവിനെ കാണുമ്പോൾ എന്തോ ഒരു സ്നേഹമായിരുന്നു എന്നറിയാം. അപ്പോൾ അച്ചുവിന് ഭയങ്കര സങ്കടമാണ്. ഉണ്ണിക്ക് അങ്ങനെ വിഷമങ്ങൾ പ്രകടിപ്പിക്കൽ കുറച്ച് കുറവാട്ടോ. ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പുറത്തേക്ക് അവനൊന്നും കാണിക്കില്ല. പക്ഷേ അച്ചു അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് കരയും. വാവുക്കുട്ടൻ പോയപ്പോൾ തന്നെ അച്ചുവിന് അത് മാറി വരാനായിട്ട് ഭയങ്കര സമയമെടുത്തു. അപ്പോൾ ഇതും അതേപോലെ തന്നെ കേട്ടോ. അച്ചുവിന് പാലുണ്ണീനെ അത്ര ഇഷ്ടമായിരുന്നു. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ ഇത് ഞാനിങ്ങനെ മനസ്സിലെപ്പോഴും വിചാരിക്കും, ഇനി ഞാൻ പൂച്ചകളെ മേടിക്കുകയെ പൂച്ചകളെ വളർത്തി ഒന്നും ചെയ്യില്ല എന്ന്. ഇത് പൂച്ചകളെന്നല്ല, ഇത് വല്ലാത്തൊരു വിഷമമാണ്. നമ്മളിങ്ങനെ അവരെ നന്നായി സ്നേഹിച്ച് നമ്മളെ വീട്ടിലെ കുട്ടികളെ പോലെ വളർത്തിയിട്ട് പിന്നെ അവരൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യുമല്ലോ. എത്ര പെട്ടെന്ന് അവർ ഭൂമിയിൽ നിന്ന് പോണേ, വല്ലാത്തൊരവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഈ ഉള്ളവരെ ഞാൻ എന്തായാലും ആർക്കും കൊടുക്കില്ല. കാരണം എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കറിയാം എനിക്കെങ്ങനെ അവരെ നോക്കാൻ പറ്റുകയെന്ന് അറിയാം. പക്ഷെ വേറെ ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ നോക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ആർക്കും കൊടുക്കില്ല. പക്ഷേ ഇനി ഞാൻ പൂച്ചകളെ വളർത്തില്ല, മേടിക്കില്ല. പുതിയ പൂച്ചകളെ വാങ്ങിക്കുക വളർത്തുകയോ ചെയ്യില്ല. അത്രയധികം എൻ്റെ മനസ്സ് നോവിച്ചിട്ടുണ്ട്. അവർ വേണച്ചല്ല, പക്ഷെ എന്താ പറയുക, നമ്മളിത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്. എന്നാലും ഇത് മനസ്സിൽ കട്ടില്ലാത്തവർക്ക് അത് ഭയങ്കര വേദനയാണ്. എനിക്ക് രാത്രിക്ക് ചോറുണ്ട്. അപ്പോൾ ഉണ്ണിക്കും അച്ചുവിനും കൂടിയിട്ട് ചപ്പാത്തിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ പനീറാണ് കറി വെക്കുന്നത്. ഉണ്ണിയാണ് പറഞ്ഞത് കേട്ടോ, കുറേ ദിവസമായില്ലേ പനീറൊക്കെ വെച്ചിട്ട്, അപ്പോൾ ഒന്ന് മേടിക്കുമോ ചോദിച്ചു. അപ്പം നമ്മൾ മുന്നേയൊക്കെ എന്താ പറയുക, ചങ്ങനാകുളത്തൊക്കെ പോയിട്ട് പലചരക്ക് സാധനങ്ങൾ പച്ചക്കറിയൊക്കെ പോയിട്ട് ഒരു പർച്ചേസ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ പോയി തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് എന്തൊക്കെ അവിടെ ഉണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ പനീറിന്ന് എഴുതി കൊടുത്തപ്പം അവിടെ പനീർ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് പനീർ മേടിക്കണം. കാരണം ഉണ്ണിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യൻ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ട് കേട്ടോ. എപ്പോഴും എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടാവില്ല, ക്രീം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് യോഗർട്ട് ഒഴിച്ചിട്ട് കറി വെക്കുന്നത്, തൈര് യോഗർട്ടൊക്കെ ഒഴിച്ച് കറി വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചില കറികൾ ഈ പനീറൊക്കെ വെക്കുമ്പം ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ്. ഇന്ന് ഞാൻ സാധാരണ നമ്മൾ സോയ ചങ്ക്സ് കറി വയ്ക്കുന്ന അതേപോലെ ഞാൻ പനീർ കറി വെച്ചേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ബട്ടറല്ല എന്താണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് വെക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെളുത്തുള്ളിയും ഇഞ്ചിയും സബോളയും തക്കാളിയും എല്ലാം കൂടെ ബട്ടറിലിട്ടിട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കുകയാണ് ആദ്യം ചെയ്തത് കേട്ടോ. ഇനി എത്ര ചപ്പാത്തിയുടെ കൂടെ വേറെ കറി ഉണ്ട് വെച്ചാലും അച്ചുവിന് കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ ബുർജി ഉണ്ടാക്കില്ലേ, അപ്പോൾ അതേപോലെ അച്ചുവിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അച്ചുവിന് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ണി വെറുതെ ഇരിക്കില്ല, ഒരാൾക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ തല്ലുകൂടും. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മസാല ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യില്ലേ, അത് ഉണ്ണിക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ബട്ടറിൽ കുറച്ച് പെരുംജീരകവും പിന്നെ കറുവപ്പട്ട, ഏലക്കായ, ബേ ലീഫ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ച് വെച്ച മസാലയും കൂടി ഒഴിച്ച് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പനീറിനുള്ള ഗ്രേവി റെഡിയാക്കണേ കേട്ടോ. പിന്നെ മുളക് പൊടിയും
മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസൂരി മേത്തി ഞാൻ വാങ്ങി വെച്ചിട്ട് കുറേ കാലമായിട്ടുണ്ട്. ഞാനത് ഒരു കറികളിലും ചേർക്കാറില്ല. ഇന്നിതിൽ ചേർക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ പാത്രം തുറന്നു നോക്കിയപ്പം എല്ലാം കൂടെ പുകഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കരിഞ്ഞ് പുകഞ്ഞിരിക്കില്ലേ, പൂപ്പൽ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അതൊന്നും ചേർത്തില്ല. ആ വെള്ളം, കറിയിലെ വെള്ളം തിളച്ച് വന്നപ്പം പനീറും കൂടി ചേർത്ത് കുറച്ച് മല്ലിയുടെ ഇല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് മാക്സിമം, അത്ര മതി പനീർ വേവാൻ. ചെറിയ തീയിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. ഇത് തന്നെ മതി. ശരിക്കും നമ്മൾ ക്രീമൊക്കെ ചേർക്കുമ്പം ഇതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ക്രീം ചേർക്കലാണ്. പക്ഷേ ഇതിങ്ങനെ തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് സോയയും വെക്കാറ്. പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടച്ചാൽ നമ്മൾ സബോളയെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കണ കൂട്ടത്തിൽ ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇത് നല്ല സ്വാദാണ്. പിന്നെ ഒരുപാട് വെള്ളം വേണമെന്നില്ലല്ലോ ഈ കറിക്ക്. അപ്പം പാത്രം മാറ്റി വെച്ചിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ മല്ലിയുടെ ഇല ഉണ്ണിക്ക് അലർജിയാണ് കേട്ടോ. ഇത് കണ്ട തന്നെ ഉണ്ണി ചോദിക്കും എന്തിനാ അത് ഇടുന്നതെന്ന്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ മല്ലിയുടെ ഇല, പണ്ടൊന്നും എനിക്ക് മല്ലിയുടെ ഇല ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിക്കും തമിഴ്നാട്ടുകാർ മാത്രമാണ് മല്ലിയുടെ ഇല ഉപയോഗിക്കുക. അവർ രസത്തിലും സാമ്പാറിലും ഒക്കെ. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് ഈ മല്ലിയുടെ ഇലയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പം നോൺ വെജ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിയുടെ ഇല ചേർക്കും. അതേപോലെ സോയ വയ്ക്കുമ്പോൾ, ഇപ്പോൾ പനീർ വയ്ക്കുമ്പോൾ ഒക്കെ ഇത് ചേർത്താൽ അതിൻ്റെ ഒരു പ്രത്യേക മണമാണ് അല്ലേ, കഴിക്കാൻ തന്നെ തോന്നുന്നൊരു മണമാണ്. ഉണ്ണിക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചാലും അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത് കേട്ടോ. അപ്പം ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ്. ചപ്പാത്തി പരത്തുന്നത് ഞാൻ ഭയങ്കര കേമത്തിലാണ് ചപ്പാത്തി പരത്തുന്നതെന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ച് വെച്ചിരുന്നത്. ഇപ്പം ഞാൻ അടുത്ത് യൂട്യൂബിൽ നമ്മൾ അഖിൽമാരാരുടെ വൈഫ് ചപ്പാത്തി പരത്തുന്ന ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ കണ്ടു കേട്ടോ. അവർ കൈകൊണ്ട് ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് പരത്തുമ്പോൾ അപ്പുറത്തോണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കും ചപ്പാത്തി. അവരുടെ കൈയൊരു എന്താ പറയുക, മാജിക്ക് പോലെ ചപ്പാത്തിക്ക് കോലോണ്ട് തിരിക്കും തോറും ചപ്പാത്തിയും കൂടെ കറങ്ങി വന്ന് റൗണ്ട് ആവുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ചപ്പാത്തി പരത്തുന്നതിൽ എക്സ്പേർട്ടായ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. പക്ഷേ എങ്ങനെ പരത്തണമെന്നല്ല, നമുക്ക് കൃത്യമായിട്ടൊരു വട്ടം കിട്ടണം, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയൂ ആരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്, പരത്താറുണ്ടെന്ന്. ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള എഗ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കൈപ്പിടിയോളം ചെറിയുള്ളി, ഒരു 10 ഉണ്ടാവും. അപ്പോൾ അതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഉണക്കമുളക്, അത്രയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ അച്ചുവിന് വേണ്ടിയിട്ടുള്ള എഗ് ബുർജി ഉണ്ടാക്കിയിട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് വീഡിയോ എടുക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പം ഇതുണ്ടാക്കി വന്നപ്പം 2 പേർക്കും കൂടെ പകുതി വേണമെന്ന് പറഞ്ഞപ്പം കോഴിമുട്ട ഒരെണ്ണ അച്ചുവിന് പുഴുങ്ങിയതും പിന്നെ എഗ് ബുർജിയുടെ പകുതി ഉണ്ണിക്കും, അങ്ങനെ എല്ലാവർക്കും പകുത്ത് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. അല്ലെങ്കിലും അത് തന്നെയാണല്ലോ ഭക്ഷണം കഴിക്കണതിൻ്റെ ഒരു ഭംഗി എന്ന് പറയണേ. ഒരാൾക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കണേക്കാട്ടിലും പങ്കുവെച്ച് കഴിക്കുമ്പം അതിൻ്റെ ഒരു പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കോഴിമുട്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എണ്ണയിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരയ്ക്കണ നേരത്ത് ഞാൻ ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ. എന്നിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ നമ്മൾ ഉള്ളിയിട്ട് വാട്ടിയ ആ മിക്സ് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ കോഴിമുട്ടയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടതൊന്ന് എന്താ പറയുക, കരിക്കാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കൂട്ടി ചോറുണ്ണാൻ ഭയങ്കര സ്വാദാണ്. ഞാൻ ഈ മസാല കൂട്ടിയിട്ടാണ് ചോറുണ്ട്.
സാധാരണ ഞാൻ ഇതുപോലെ എഗ്ഗ് മസാല പുരട്ടുമ്പോൾ മസാല ഇങ്ങനെ എടുക്കുമ്പം കുറേ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഭയങ്കര സ്വാദാണ്. ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി എണ്ണയിലിട്ട് വാട്ടിയിട്ടുണ്ടല്ലോ, ചോറിലേക്ക് ബെസ്റ്റാട്ടോ. വേറെ നമുക്കിനിയിപ്പോൾ ഒരു കറിയും വേണില്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ ചെയ്ത സംഭവമില്ലേ, ഇതിൽ കോഴിമുട്ട നിങ്ങൾ ചേർക്കണ്ട, വെറുതെ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അസാധ്യ രുചിയാണ് കേട്ടോ. എത്ര ചോറ് വേണമെങ്കിലും ഉണ്ണണ്ട, നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. പക്ഷേ ഇത് മാത്രം മതി ചോറിക്ക് കേട്ടോ. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചോറ് ചപ്പാത്തി ഞാൻ വിളമ്പി കൊടുക്കുകയാണ്. എനിക്ക് ചോറാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഉച്ചയ്ക്ക് വെച്ചതിൽ ഇത്തിരി ചോറ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് വെള്ളം ഒഴിച്ച് പിറ്റേ ദിവസത്തേക്ക് വെക്കണേക്കാൾ നല്ലത് ഞാൻ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ചോറാക്കി. അങ്ങനെ വിളമ്പി വന്നപ്പം ചപ്പാത്തിയിലേക്ക് ഒരുപാട് വിഭവങ്ങളുള്ള പോലെയായിരുന്നു കേട്ടോ. ഞാനും ഈ പനീർ കറിയും പിന്നെ ആ കോഴിമുട്ടയുടെ മസാലയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറുണ്ടത് കേട്ടോ. അത് തന്നെ എനിക്ക് ഒരുപാട് ധാരാളമായിട്ട് തോന്നി. നല്ല സ്വാദും ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ കൂട്ടി ചോറുണ്ണണത് പോലെ അല്ലാണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ചോറുണ്ടു. എനിക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ ഇന്നത്തെ ഫുഡ്. എല്ലാം വെച്ചതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ വീണ്ടും കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.